ശത്രുദോഷ സംഹാര പ്രജുട പ്രജുട. ഓം ശത്രുദോഷ സംഹാര പ്രജുട പ്രജുട. ഓം ശത്രുദോഷ സംഹാര പ്രജുട പ്രജുട. അങ്ങനെ ഒരു വിധത്തിൽ ഈ വീടിന്റെ ശത്രുദോഷങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പൊ ഇനി ജീവിതം ധൈര്യമായി മുന്നോട്ട് പോവുക. അങ്ങനെ വന്നൊരു കാര്യം പറയട്ടെ. എന്താണ് പറയുക? അതായത് നമുക്ക് ഈ ശത്രുദോഷം മാറിയ സ്ഥിതിക്ക് വേറെ കുറച്ച് കാര്യങ്ങളൂടെ നമുക്കൊന്ന് വേണം. എന്താണ്? അതായത് ഈ പണം ഇരട്ടിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം. അതാണ് കാര്യം. തെളിച്ചു പറയണ്ടേ? അങ്ങനെ ഒരു വിദ്യ നമ്മുടെ കയ്യിലുണ്ട്. അത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഈ മന്ത്രവിദ്യ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെയ്യാം. പക്ഷേ വേറൊരു കാര്യം, നിങ്ങൾ രണ്ടുപേരും നമ്മെ നല്ലോണം വിശ്വസിക്കണം. നമുക്ക് വിശ്വാസമാണല്ലോ. ഞാൻ പറയുന്നത് പോലെയൊക്കെ അനുസരിക്കുമല്ലോ. തീർച്ചയായിട്ടും അനുസരിക്കും. അപ്പൊ ഇങ്ങോട്ട് വരിക. അങ്ങനെയാണെങ്കിൽ കുഴിച്ചിടണം. എന്താണ് പറയുക? പണത്തിന് വേണ്ടി അവളെ അല്ല അവിടെ വീട്ടുകാരെ മുഴുവനും ഞാൻ കുഴിച്ചിടാൻ തയ്യാറാണ്. എന്തായി പറയുന്നത്? പണം കുഴിച്ചിടണമെന്ന്? പണം കുഴിച്ചിടണമെന്നോ? 10-25 രൂപ കുഴിച്ചിട്ടാ മതിയോ? നമുക്ക് വണ്ടിക്കാശിനാ ചോദിച്ചത്. പിന്നെ നിങ്ങളിരിക്കുന്ന സമ്പാദ്യം ഇരട്ടിക്കണോ? അപ്പൊ നിങ്ങളിരിക്കുന്ന മുഴുവൻ സമ്പാദ്യം കുഴിച്ചിടണം. എത്രയാ നിങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ സമ്പാദ്യം? മുഴുവൻ സമ്പാദ്യം പറയുക, പെട്ടെന്ന് പറയുക. 2-2.5 ലക്ഷം രൂപയുണ്ട് എന്റെ അലമാരിക്ക്. അതൊരു 3 ലക്ഷം കൂടി ഉണ്ട്. എടുത്തോണ്ട് വരിക. ഒരു 5 ലക്ഷം രൂപ ഉണ്ട്. 5 ലക്ഷം രൂപ മതി. 5 ലക്ഷം രൂപ കുഴിച്ചിട്ടാ മതി. ഇരട്ടിക്കും. ഇരട്ടിക്കും. മാത്രം എനിക്ക് കിട്ടിയ. ഈ വീടിന്റെ കിഴക്ക് ഭാഗം എവിടെയാ? കിഴക്കെന്ന് പറയുമ്പം ഏത് ഭാഗത്താ? ഈ ഭാഗത്തോട്ട് വരും. കിഴക്ക് ഈ ഭാഗത്ത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം. വരിക. ഈ മരത്തിന്റെ മുട്ടിൽ തന്നെ കുഴിച്ചിടാം. മരത്തിന്റെ മുട്ടിൽ? ഓ ആയിക്കോട്ടെ. അപ്പൊ വരിക. ഓം സാമ്പത്തിക സാമ്പത്തിക പ്രജുട പ്രജുട. ഓം സാമ്പത്തിക സാമ്പത്തിക പ്രജുട പ്രജുട. ഓം സാമ്പത്തിക സാമ്പത്തിക പ്രജുട പ്രജുട. വരിക. അപ്പൊ ഈ സ്വർണം കൂടെ ഊരിയങ്ങ് കുഴിച്ചിട്ടാലോ? നിന്നോടാരാ പറഞ്ഞ സ്വർണം? അത് മുക്കുകൊണ്ടോ? അത് മിണ്ടാതെ പോ. നമ്മുടെ ഈ മന്ത്രം ഫലിച്ചിരിക്കുകയാണ്. അപ്പൊ നേരം വെളുക്കുമ്പോൾ ഒരു അത്ഭുതം ഇവിടെ സംഭവിക്കും. ആണല്ലേ? പണം ഇരട്ടിക്കുമല്ലോ അല്ലേ? പണം ഇരട്ടിക്കും. പക്ഷേ മറ്റൊരു കാര്യം, ഈ പണം കണ്ടോടനെ ആക്രാന്ത മൂത്ത് അത് ചാടിക്കേറി എടുക്കരുത്. ഇന്നേക്ക് 4-ാം നാൾ അമാവാസി. ഈ അമാവാസി കഴിയാതെ ഈ പണത്തിൽ തൊട്ടാൽ മുഴുവൻ കരിഞ്ഞു പോകും. പിന്നെ രണ്ടുപേരും കൂടെ പെരുവഴി കിടന്ന് തെണ്ടേണ്ടതായിട്ട് വരും. ആണല്ലേ? നമ്മെ കുറ്റം പറയരുത് കേട്ടോ. അപ്പൊ പിന്നെ നോം അങ്ങോട്ട്. പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ പിന്നെ നോം പെരുവഴി കിടന്ന് തെണ്ടട്ടെന്നോ? അതിനാ ഉദ്ദേശം. നമ്മുടെ ദക്ഷിണ കിട്ടിയില്ല. അങ്ങനെ? അത് ശരി. ഒന്നും എണ്ണുന്നില്ല, നോക്കുന്നില്ല. പണം ഇരട്ടിച്ചല്ലേ? എന്നാ പിടിച്ചോളൂ. ആയിക്കോട്ടെ. ദോഷം. അപ്പൊ നന്നായി വരും. ആയിക്കോട്ടെ. ഓക്കെ. എന്റെ ദൈവമേ, ഇനി പൈസ ഇരട്ടിക്കും എനിക്ക് കഴിയത്തില്ല. ആദ്യം തന്നെ എന്റെ ഈ മാല ഒന്ന് മാറ്റി തരണം. നീ ദൈവമേ, ഉത്തരവാദി പറയുന്നവരൊക്കെ നടന്നാ മതി. പണത്തിന്റെ മുകളിൽ കിടക്കാൻ. ഈശ്വരാ, രാത്രി മുഴുവൻ ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചതാണേ. ഭഗവാനേ, മുറ്റം നിറയെ പണം ഉണ്ടാവണേ, പണം ഉണ്ടാവണേ, പണം ഇല്ലേ? അയ്യോ, അയ്യോ, പ്രഭുട്ടാ, 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 ഒന്ന് ഇങ്ങോട്ട് വാ. ഓടി വാ. എന്റെ ദൈവമേ, നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. ഇവിടെ നാക്ക് താന്ന് പോയല്ലോ. ഇനി ഇവിടെ ശബ്ദം കേൾക്കണ്ടല്ലോ. എങ്ങോട്ട്? അയ്യോ, ഇങ്ങോട്ട് നോക്ക്. പണം. അയ്യോ, അയ്യോ, പണം കായ്ക്കുന്ന മരം. എന്റെ ദൈവമേ, നമ്മളിനി ആരായി? ഈ നാട്ടിലെ വലിയ കോളീച്ചന്മാർ. എനിക്ക് കഴിയത്തില്ല. മന്ത്രവാദി പറഞ്ഞത് എന്ത് കറക്റ്റാ. നീ അകത്ത് ഒരു ചാക്കി കിട്ടുന്നു. ആര് പറയാ? കുറച്ച് പൈസ നമുക്കങ്ങ് പറിക്കാം. ഇനി ആ ക്ലാപ്പും കൂടെ എടുത്തോണേ. ക്ലാപ്പില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ നിൽക്കുന്നൂരി ഞാനിട്ട് കയറി അങ്ങ് പോകോളാം. അയ്യോ, അയ്യോ, അബദ്ധം കാണിക്കല്ലേ. അയ്യോ, അങ്ങനെ കാണിക്കല്ലേ. മരത്തിൽ കയറല്ലേ. അയ്യോ, തൊടല്ലേ. തൊട്ടാലില്ല. അമാവാസി കഴിയാതെ കേറാൻ പാടില്ലല്ലോ പറഞ്ഞിരിക്കുന്നു. ഇതിപ്പോ ഭരതത്തിനകത്ത് മോഹൻലാലിന്റെ അവസ്ഥയാണല്ലോ. ദൈവമേ, എനിക്ക് തീടെ നടുക്ക് ഇരിക്കുകയും വേണം, മരണം തൊട്ട് പറയുകയും ചെയ്യരുത്. എനിക്ക് കണ്ടിട്ടാണ് ഈ കൊതിയായിട്ടും പാടില്ലേ. നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് ഈ മുറ്റം നിറയെ ഒരു പന്തലിട്ടാലോ? പന്തലിടാൻ വേണ്ടി നിന്റെ ഞാൻ വിളിക്കാൻ പറയും കേട്ടോ. നിന്റെ കെട്ടിയവരല്ലാടി ചത്തോ? അയ്യോ, എല്ലാ സന്തോഷം കൂടെ ഒരുമിച്ച് തരല്ലേ. താങ്ങാനുള്ള ശക്തി എനിക്കില്ല. ശരി, പണം വന്ന് കയറിയപ്പോഴത്തേക്ക് നിനക്ക് എന്നെ കൊല്ലണോന്നല്ലേ? എന്റെ ദൈവമേ, ഏതായാലും പണം വന്ന സ്ഥിതിക്ക്. ഓ, നശിച്ച കാക്ക, എന്റെ നോട്ടേലെങ്ങാനും തൂറിയാ നിന്റെ ചിറക് ഞാൻ കണ്ടിച്ച് തൂറക്കളെ. പൊക്കളെ കൊടുക്കുന്നു, പൊക്കണം. പിന്നെയും കാക്ക. ഏത് കാക്ക? ആ കാക്കയല്ല, പഞ്ചായത്ത് മെമ്പർ ബഷീർ കാക്ക വരുന്നെന്ന്. എന്റെ ദൈവമേ, മുടിയാൻ വേണ്ടിട്ട് ഇന്ന് വരെ അവൻ ഈ വീട്ടിൽ കാല് കുത്താത്തവനാ. അവൻ എല്ലാ കാര്യത്തിനാണ് ഇങ്ങോട്ട് ഇപ്പൊ കയറി വരുന്നത്. നീ വേറെ കാര്യം പറയാം.
ഒരു കാരണവശാലും അവനിവിടെ വന്ന് മേലോട്ട് നോക്കാനുള്ള ഇടവരുത്തി കൊടുത്തരുത്. ഇവനെങ്ങാനും ഇത് അറിഞ്ഞ് ഇത് പഞ്ചായത്തിൽ ചെന്ന് പറയും ആകെ കുരുവാനും പിന്നെ താഴെ നോക്കിയാൽ സംസാരിക്കാം. ഈ ഒരു കാര്യം ചെയ്യും, അകത്ത് പോയി കുട എടുത്തു. കൊട 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 എല്ലാം ഉണ്ട്. വിശേഷമൊക്കെ എല്ലാം ഉണ്ട്. എത്ര നാളെ നമ്മളെ കണ്ടിട്ടല്ലേ? അതെ അതെ, ഞാനൊരു സന്തോഷം പറയാനായിട്ട് വന്നതാ. അല്ല, നിന്റെ കെട്ടികൾ വല്ലവരുടെ കൂടെ ഒളിച്ചോടി പോയോ? അതെന്ത് പറഞ്ഞ സന്തോഷം എന്ന് പറഞ്ഞപ്പോ അതല്ലെന്ന്. പിന്നെ എടാ, നിങ്ങൾ വീടിന് ഒരു മെയിൻ്റെനൻസിന് പൈസ അപേക്ഷ കൊടുത്താൽ പിടിച്ചു കൊടുക്കാൻ കൊട അങ്ങോട്ട്. വെയിലാഘാതം വെക്കും. അതാ ഞാൻ പിടിച്ചോളാം. എന്നിട്ട് അപ്പൊ നിങ്ങൾക്ക് മെയിൻ്റെനൻസിന് 2 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അത് വന്ന് മേടിച്ചേക്കണം. എനിക്ക് നിങ്ങളുടെ പഞ്ചായത്തിന് 10 പൈസ എനിക്ക് വേണ്ട. എനിക്ക് പൈസ വേണ്ട. എന്റെ ഇഷ്ടം പോലെ കാച്ചെന്തേലുണ്ട്. കേറുക, പറിക്കുക, താഴോട്ട് പോരുക, കേറുക, പറിക്കുക, എടുത്തോണ്ട് പോരുക. അല്ല, നമ്മൾ ഈ ATM കയറിയിട്ടാണല്ലോ പൈസ എടുക്കുന്നത്. അപ്പൊ പുള്ളി കൃഷി ചെയ്യുന്നോണ്ടേ ഈ ചെടി നടുന്നതും പറിക്കുന്നതും ആ ഒരു ഓർമ്മയാണ്. സർക്കാരിന്റെ പൈസ ചുമ്മാ കിട്ടുന്നതല്ല, വാങ്ങിക്ക്. എനിക്ക് സർക്കാരും വേണ്ട, പഞ്ചായത്തും വേണ്ട, പഞ്ചായത്ത് മെമ്പറും വേണ്ട. ഇവിടുന്ന് ഇറങ്ങി പൊക്കോളാവും. അങ്ങനത്തെ വർത്താനം പറഞ്ഞു. എന്റെ മെമ്പറാ, നിങ്ങൾ ഇന്ന് വരെ ഇവിടെ കയറി വന്നിട്ടില്ല. എന്തിനാ നിങ്ങൾ ഇപ്പൊ ഇവിടെ കയറി വന്നിട്ട് കാര്യം? ഇത് പറയാണ്ട് വന്നതാ. പിന്നെ വേറൊരു കാര്യം ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഒരു കാര്യം ചെയ്യും, ഞാനിപ്പൊ നമ്പർ അടിക്കാനായിട്ട് വന്നതാ. ഈ നമ്പർ ഒന്നും ഇവിടെ ചെലവാകത്തില്ല. വല്ല കോമഡി ഷോറ്റ് അടിക്കുവാണെങ്കിൽ 10 പേര് ചിരിക്കും. അതല്ലെന്ന്. പിന്നെ ആനക്ക് വ്രതമോ? അനധികൃതം എന്നാണോ? അതാണ്, അത് തന്നെ. അനധികൃതമായിട്ട് നിങ്ങൾ ഇവിടെ ഈട്ടിമരം നട്ടിട്ടുണ്ടോ? ഇത് സർക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത് വെച്ച് അതിന് നമ്പർ ഇടാനായിട്ടാണ് ഞാൻ മെയിനായിട്ട് പഞ്ചായത്തിൽ നിന്ന് വന്നത്. എന്നാന്നറിയോ, ഇപ്പൊ നമുക്ക് ആ മരം ഒരു കാര്യം ചെയ്യും, ഇന്ന് പോയിട്ട് ഒരു മറ്റന്നാളിങ്ങി ഒരു 4 ദിവസം അമാവാസി കഴിഞ്ഞ് വന്നേരം നമുക്ക് നമ്പർ ഇട്ടാ പോലെ. അതൊന്നും പറ്റത്തില്ല. ഇപ്പൊ തന്നെ നമ്പർ ഇടണം. പഞ്ചായത്തിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ടേക്കണം. നിങ്ങളുടെ വാർഡിൽ ആരെങ്കിലും ഈ ഈട്ടിമരമോ ചന്ദ്രമോ നട്ടിട്ടുണ്ടെങ്കിൽ അതിന് നമ്പർ ഇട്ട് പഞ്ചായത്തിൽ ഏൽപ്പിക്കണം. എന്റെ പൊന്നി ദൈവമേ, ഏത് നേരത്താണോ ഇതെല്ലാം കൂടെ വന്ന് കയറാൻ വേണ്ടി വന്ന്? മെമ്പർ ഇത് പോയിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞ് വാ, ഞങ്ങൾ അതൊന്ന് പറിച്ചോട്ടെ. ഇതൊന്നും അയ്യോ, എനിക്ക് കഴിയല നിങ്ങളുടെ ചിലത്. ഇവള് അടുപ്പയില് മുളക് പൊട്ടിച്ച് വെച്ചേക്കുവാ. എനിക്ക് കറിവേപ്പില പറിക്കാൻ വേണ്ടി പോണം. അതിന് മുമ്പ് നിങ്ങൾ അങ്ങ് പൊക്കോളാനായി പറഞ്ഞത്. നടക്കത്തില്ല. എന്ത് പറ്റി നിങ്ങൾക്ക് ആകപ്പാട്? എന്നാത്തിനാകപ്പാടെ എനിക്ക് നിങ്ങളുടെ പൈസ വേണ്ടത് പറഞ്ഞ് എന്തെങ്കിലും ആവശ്യത്തിന് പൈസ ഉണ്ട്, അതിലേറെ പൈസ ഉണ്ട്. ഇനി എനിക്ക് പൈസ ഇങ്ങനെ വന്ന് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പൊക്കോ. എടാ, നീ പൈസക്കാരും മുഴുവൻ പറയാനായിട്ട് ഞാൻ ചോദിക്കട്ടെ, നീ ഈ പണം കായ്ക്കണ മരം വല്ലതും നട്ടിട്ടുണ്ടോ? അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? അയ്യോ, ഓടി പറഞ്ഞേ, മെമ്പർ എന്നെ കൊത്തിക്കൊല്ലാൻ വേണ്ടി നിന്നെ വെട്ടിക്കൊല്ലാനല്ലോ, നിന്നെ വെട്ടിക്കൊല്ലാനല്ലോ. നിങ്ങൾ ഈ മരത്തിൽ എനിക്ക് നമ്പർ ഉണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, മെമ്പർ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ നമുക്ക് എന്തിനാ ഈ നമ്പർ നമുക്ക് വേണ്ട. മെമ്പർ പോയിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് അമാവാസി കഴിഞ്ഞിട്ട് നിന്റെ സ്പീഡിൽ എനിക്ക് നടക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് സ്പീഡിൽ പോയാലേ പറ്റുള്ളൂ. എനിക്ക് നമ്പർ ഇട്ടില്ലെങ്കിൽ ഈ നമ്പറിന്റെ കാര്യം. അയ്യോ മെമ്പറേ, ഈ പുള്ളി ഇത് കണ്ടെന്നാ തോന്നുന്നത്. അയ്യോ, ഞാൻ പോയിട്ട് വെള്ളം എടുത്തിട്ട് വരാം. നീ വെള്ളമല്ല, നീ മമ്മട്ടി എടുത്തോണ്ട് അങ്ങോട്ട് ഒരു കുഴി കുഴിച്ചിട്ട് ഇതിനെ കുഴിച്ചു പോടാ. മെമ്പറേ, 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 ഈ വെള്ളം കുടിക്കണം. അയ്യോ അയ്യോ, തൊടല്ലേ. എന്റെ വാർഡില്, എന്റെ പഞ്ചായത്തില് പണം കായ്ക്കുന്ന മരം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പത്രക്കാരെ വിളിക്കണം, ടിവിക്കാരെ വിളിക്കണം. അതുകൊണ്ട് എനിക്ക് ഞെളിഞ്ഞ് നിന്ന് ഇതിന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് പ്ലച്ച് അടിക്കണം. പ്ലച്ച് ഇങ്ങനെ ദൈവത്തെ ഓർത്ത് നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കയറരുത്. 10 പേര് അറിയരുത്. അതുകൊണ്ടായി പറഞ്ഞത്. അറിയും. ഇത് പഞ്ചായത്ത് മുഴുവൻ അറിയിക്കണം. എടാ, ഇത് മൊത്തം ഇങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാകുന്ന സംഭവം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പണം കായ്ക്കണ മരം, പണം കായ്ക്കണ മരം. നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞു വന്നത് എന്നാന്നറിയോ, ഇത് 10 പേര് അറിഞ്ഞു കഴിഞ്ഞ് ഇവിടുന്ന് എല്ലാം പറിച്ചോണ്ട് പിന്നെ ഞങ്ങൾ പാപ്പറായി പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ ദൈവത്തെ ഓർത്ത് ആരോട് പറയരുത്. ഞാൻ പറയും. അല്ലെങ്കിൽ വന്നേ, ഒരു ചില്ല ഇങ്ങ് തരാവോ? ഏത് ജില്ലയാ വേണ്ടേ? കോട്ടയം വേണോ, എറണാകുളം വേണോ, തൃശ്ശൂർ വേണോ, ഏതാ വേണ്ട? അവിടെ ചെന്ന് പൊക്കോ. അതല്ലെന്ന്. പിന്നെ മരച്ചില്ല. ആര് മരിച്ചില്ലെന്നല്ലെന്ന്. പിന്നെ ഒരു ശിഖരം എനിക്ക് വേണം. ഏത് ശിഖരം? ഇങ്ങോട്ട് കിടക്കണം. 2000-ന് ശിഖരം കിടക്കണം. അങ്ങോട്ടുള്ള ശിഖരം ഞാൻ എടുക്കും. അതൊരു കാര്യം, നിങ്ങൾ 50 ശിഖരം എടുത്തു. 50 എനിക്ക് വേണ്ട. 2000-ന് ശിഖരം. അല്ലെന്ന് അത് മൂത്ത 2000 ആയിക്കോളും. 2000 ആയാലോ?
വേണ്ട വേണ്ട വേണ്ട. പറിക്കരുത്. അതിൽ വേറൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അതായത് ഞങ്ങൾ ഒരു മന്ത്രവാദിയെ കണ്ട് ഇങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ മരത്തെ പണം ഉണ്ടായത്. 10 പേര് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് അവരുടെ കയ്യിലാവൂല്ലോ. അത് മാത്രമല്ല അമാവാസി കഴിഞ്ഞ് ഇത് പറിക്കാൻ പറ്റുള്ളൂ. ചുമ്മാ ഉടായ്പ പറയില്ലേ? ഇല്ല, സത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പൈസ തരാം. ഉറപ്പുള്ള ഇച്ചിരി പൈസ ഞാൻ തരാം. ഇച്ചിരി പോയി. എന്നാ ഒരു കാര്യം ചെയ്യണം. ഇത് മറ്റുള്ള തെണ്ടികൾ കാണരുത്. എന്നാ ചെയ്യാൻ പറ്റും? റംബൂട്ടാൻ ഇടണ കവർ കൊണ്ടിട്ടുണ്ട്, അത് മേടിച്ചാൽ കിട്ടാൻ മതി. ആരെങ്കിലും ചോദിച്ചാൽ റംബൂട്ടാൻ പടുത്ത് കിടക്കാന്ന് പറഞ്ഞാൽ അല്ല, പിന്നെ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഈ പടുത അങ്ങ് കെട്ടിയാലോ? പടുത പിടിച്ച് അങ്ങോട്ട് കയറ്റിയാലോ? നമുക്ക് തങ്ങ് മൂടിയാലോ? അതാരോ ആണ്ട് എല്ലാം പൊളിഞ്ഞ് നശിച്ച് നാറാണക്കല്ലോ. ഇങ്ങോട്ട് വന്ന് ഇച്ചിരി പൈസക്ക് ടൈറ്റ് വന്നപ്പോ ഈട്ടിമരമല്ലേ, ഇതങ്ങ് മുറിച്ചങ്ങ് വിറ്റാ ഇച്ചിരി പൈസ കിട്ടുമല്ലോ. സർക്കാർ അറിയാതെ കൊടുത്താൽ കുറച്ചുകൂടെ പൈസ കിട്ടുമല്ലോ. അപ്പോഴത്തേക്ക് ഞാൻ എല്ലായിടത്തും ഒരു മരംപെട്ടുകാരൻ വന്നപ്പോഴത്തേക്കും ഇത് മുറിച്ചോണ്ട് പൊക്കോളാൻ പറഞ്ഞ് ഞാൻ ഇച്ചിരി അഡ്വാൻസ് പൈസ മേടിക്കുകയും ചെയ്ത് അവൻ ഇത് മുറിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യും? അയ്യോ, അവൻ അറിയും. അവൻ അറിഞ്ഞാ പ്രശ്നമാവും. ഒരു കാരണവശാലും മേലോട്ട് നോക്കിക്കരുത്. ഓക്കെ. എന്റെ പൈസ ഞാൻ കൊടുക്കത്തില്ല. കൊടുക്കില്ല. എന്നെ ഇറങ്ങി പ്രഭോട്ട്, ഞാൻ മരം മുറിക്കാൻ വന്നതാ. മണം പണിക്കാനോ? അഡ്വാൻസ് കൊറേ വണ്ടി വരുന്നുണ്ട്, ആൾക്കാർ വരുന്നുണ്ട്. ആണോ? നീ വന്നേ. ഞങ്ങള് എല്ലാരും കൂടെ ചേർന്നൊരു തീരുമാനം എടുത്ത് ആ മരം മുറിക്കുന്നില്ലെന്ന്. മരം മുറിക്കുന്നില്ലെന്നോ? അതെന്താ പരിപാടിയെ? അല്ല, ഇപ്പം മരം നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ബാക്കി പൈസ പോയാൽ ഇപ്പൊ കൊണ്ടുവരും. ഞാൻ ചോദിക്കട്ടെ, ഈ മരം മുറിക്കാൻ നിങ്ങളുടെ ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് ഉണ്ട്. ഉണ്ടല്ലോ, ലൈസൻസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടല്ലേ? പിന്നെ മരം വെട്ടാൻ പറ്റത്തില്ല. ഈ മരം വെട്ടണമെന്നുണ്ടെങ്കിൽ സാങ്ഷൻ വേണം. മരം വെട്ടുന്ന സാങ്ഷൻ എന്തിന്? ഓടാലിരിക്കും, ഇത് പക്ഷേ പറ്റിയാ പോരെ. പെടലി അങ്ങ് വെട്ടിക്കളയാം. ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ മുതലയുടെ പെരപണി നടക്കുക. ഈ മരം കൊണ്ടു ചെന്നിട്ട് വേണം മുതലേക്ക് വീട്ടിനകത്തോട്ട് കയറാൻ. ഈ മരത്തിനകത്ത് വീട് വെക്കാൻ നിന്റെ മുതലാളിയാണ്, അണ്ണാനാണ്. അതല്ലത്, ഇത് മുറിച്ച് വാതിലെ കട്ടലടച്ച് വെച്ചിട്ട് വേണം മുതലേക്ക് അതിലൂടെ ആത്തോട്ട് കയറാൻ. എന്റെ ദൈവം, നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ മരം മുറിക്കും. ഞാൻ മരം മുറിക്കും. നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ പഞ്ചായത്തിന് മുമ്പിൽ ഒരു മരം ഉണ്ടോ, അത് വേണമെങ്കിൽ മുറിച്ചോ. അതായത് മരം, കൊടിമരം, അത് മുറിച്ച് കളയുന്ന ഓർത്തോണ്ടിരിക്കുവേ. വേഗം മുറിക്കല്ലേ. ഞാൻ മരം മുറിക്കുമെന്ന് പറഞ്ഞില്ലേ? മരം മുറിക്കണ്ട. 4 ദിവസം കഴിഞ്ഞ് പോയി അതിനപ്പോ ഇഷ്ടം പോലെ പൂത്ത പൈസ ഉണ്ടല്ലേ? ഇച്ചിരി പൈസ ഒക്കെ കിട്ടുക. അല്ല, ഞാൻ അറിയാമെന്ന് ചോദിക്കുക, അതിവിടെ പണം കായ്ക്കുന്ന മരം വല്ലതും ഉണ്ടോ? ഇതൊക്കെ നിങ്ങൾ അറിയുന്നത്? അല്ല, പറഞ്ഞതേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യ്, നേരെ വിട്ടോ. ഈ തരാനുള്ള ബാക്കി പൈസ ഇല്ലേ, ആ പൈസ നിങ്ങൾ എടുത്തോ. 4 ദിവസം കഴിഞ്ഞിട്ട്. ഓക്കെ. പിന്നെ ഈ മരത്തില് പണം. ഞാൻ ഒരുപാട് മരം മുറിക്കാൻ പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് മരത്തിൽ പണം കണ്ടത്. ദൈവത്തെ ഒരു ഒറ്റപ്പാട് വേളം വെക്കല്ല, നാട്ടുകാർ കയറി വന്ന് ഇതൊന്നും കിട്ടത്തില്ല. ഇതായിരുന്നു തന്നെ മരം മുറിക്കാൻ സമ്മതിക്കാത്തത്. ഞാൻ ഇത് മുറിച്ച പൈസ എടുത്തിട്ട് തടിക്കാൻ മുതലാളിക്ക് കൊടുക്കും. ഞാനൊരു കാര്യം പറയുന്ന മനസ്സിലാക്കി, നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാം. ദൈവത്തെ ഓർത്ത് ഞങ്ങളുടെ ഈ പൊന്നും കൊടുത്തിൽ മുറിക്കരുത്. ദൈവത്തെ ഓർത്ത് പ്ലീസ്. ഞാൻ ഒരു കാര്യം പറയാം, ഇത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. ഈ പറയാൻ മുറിക്കും. അയ്യോ, എന്റെ കൈ കാലം കെടുക്കടാ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇപ്പൊ പറിക്കാൻ പറ്റത്തില്ലെന്ന്. അതെന്താ പറിക്കാൻ പറ്റില്ല? 4 ദിവസം കഴിഞ്ഞ് അമാവാസി കഴിഞ്ഞ് ഇത് പറിക്കാൻ പറ്റുള്ളൂ. ഇതിന് മുമ്പേ ആരെങ്കിലും കയറി പറിച്ചാൽ ഈ മരം കരിഞ്ഞു പോകുന്നു. എന്റെ പ്രഭുണ്ട മുട്ടാപ്പൊക്കെ ന്യായം പറയുന്നത്. മെമ്പർ കയറുന്നത് പറിക്കുന്നുണ്ട്. ഇത് പറിച്ചു കഴിഞ്ഞാൽ ഈ മരം കരിഞ്ഞു പോകുന്നു. എന്റെ ദൈവമേ, എന്റെ മരം എല്ലാം കൂടെ പോകുന്നു. നിർത്തിക്കേ. എന്നാ ഇത് കള്ളനോട്ടാണാവേ. കള്ളനോട്ടാണ്. കള്ളനോട്ടോ? ഓടാ, ഒറിജിനൽ നോട്ടല്. ഇത് കണ്ടോ, ഇതിനകത്ത് ഗാന്ധിജിക്ക് കണ്ണാടി ഇല്ലെന്ന്. ഇതിനകത്ത് കണ്ണടയുണ്ട്, ഗാന്ധിജി. കള്ളനോട്ടാ. ഇതിനകത്ത് ഒന്നുമില്ല. എന്റെ ദൈവമേ, എല്ലാം നശിച്ചു പോയല്ലോ. മൊബൈൽ എടുത്തോണ്ട് പാടി. ഫോൺ എടുത്തോണ്ട് പാടി. ഫോൺ എടുത്തോണ്ട് മന്ത്രവാദിക്കാരുടെ കൈ കിട്ടിയുണ്ടല്ലോ, അവനെ ഞാൻ വലിക്കാൻ കീറും. ആ മന്ത്രവാദിയുടെ മൊബൈൽ തുറ്റാൻ പോകുന്നു. എന്റെ 6 ലക്ഷം രൂപ ഞാൻ കുഴിച്ചിട്ട്
അടയ്ക്കാൻ വേണ്ടി ഇപ്പൊ 6 ലക്ഷം രൂപയും ഇല്ല, അതിട്ടോണ്ട് പോയ ബാഗും ഇല്ല, മരത്തിലാണ് കള്ളപ്പണം. ഈ പൈസ ഉണ്ടാക്കാൻ ഞാൻ ഇനി എന്ത് ചെയ്യണം മെമ്പറെ? നിങ്ങളുടെ അത്യാഗ്രഹം കാരണം പറ്റിപ്പോയതാ. ഇനി ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. ഈ പണം കാഴ്ച മരം ഉണ്ടല്ലോ, അത് വെട്ടിമുറിച്ച് ഇവന് കൊടുക്കുക. അവൻ ആ പൈസ തരും. അതുകൊണ്ട് നിന്നെ ജയിലിൽ നിന്ന് ഇറക്കാനോ. ജയിലിൽ പോകണെന്തിനാ ഈ കഥക്കാരെ കൂടെ ഞാൻ? എന്തിനാന്നോ? എടാ കള്ളനോട്ട് കൈവശം പറ്റപ്പിന് ജയിലിൽ പോകണ്ടേ? എന്റെ ഈശ്വരാ!